ഹായ്, ഹലോ, നമസ്കാരം. പിന്നെ നമ്മൾ ഈ മലയോര മേഖലയിലൊക്കെ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു ഫ്രൂട്ട്സ് ഉണ്ട്. അത് ഇന്ന് നമുക്ക് അതൊന്ന് പരിചയപ്പെടാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ പഴം പരിചയപ്പെടാം. ഒരു കൊറേ അല്ലേ? ഓ, ഇതാണ് സംഭവം കേട്ടോ. നമ്മൾ പഴം, ഈ പഴത്തോട് ചെറിയൊരു പരിപാടി ഉണ്ട്, നമുക്ക് കാണാം. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് പറഞ്ഞ സംഭവം അത് ഇത് വെച്ച് നമുക്ക് അടിപൊളി ഒരു സാധനം ഉണ്ടാക്കണം. അതിന്റെ വീഡിയോ എടുത്ത് കിട്ടും. ഇതാണ് സംഭവം. മൂട്ടുപുളി എന്നാ പറയാ, പക്ഷെ ഞാൻ മൂട്ടിലല്ല പറിച്ച്, മരത്തിന് മുകളിൽ കയറി പറിച്ചിട്ടത്. പക്ഷെ താഴെയുള്ളൊക്കെ ആൾക്കാർ പറിച്ചു, ആരോ പറിച്ചു ചെയ്തോ മൃഗങ്ങളെന്തോ കഴിക്കുകയോ എന്തോ ചെയ്താണ്. പക്ഷെ ഞാൻ മുകളിൽ കയറിയ പറിച്ച്, മുകളിൽ നിന്ന് കിട്ടിയത് കണ്ടല്ലേ. അപ്പൊ ഇത് വെച്ച് നമുക്ക് അടിപൊളി ഒരു സംഭവം വരാനുണ്ട്. ഓക്കെ, ഇതൊക്കെ മൂട്ടിൽപ്പഴം നമ്മളിങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ ഇതിന് കണ്ടോ, ഇത് ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഇതിൽ ഇത്രയും വെള്ളമായിട്ടുണ്ട്. അതിന്റെ നീര് കണ്ടോ. നമ്മളൊരു കുറച്ച് ഉപ്പ് ഇതിലേക്കിട്ടാണ്. കുറച്ച് മുന്നേ നമ്മൾ കുറച്ച് ഉപ്പിട്ടതാണ്. ഒരുപാട് ഉപ്പിട്ടുണ്ട്, കഴിച്ചു പോകും. ഇനിയിപ്പോൾ ഒരു 2 ദിവസം ഇങ്ങനെ വെക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് അടച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വെച്ചതാണ്. ഇത് എല്ലാം നമ്മൾ പൊളിച്ചിട്ടോ, പൊളിച്ചതിൻ്റെ പൾപ്പ് മുഴുവൻ എടുത്തു. പക്ഷേ ഇത്ര നമ്മൾ പൊളിച്ചിട്ട് നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ. ചെറിയൊരു ഭരണി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ഒഴിവാക്കാം. എന്താണ് നമ്മളന്ന് ഉപ്പിലിട്ട മൂട്ടിപ്പോയാണ്. കണ്ട വെള്ളമൊക്കെ നല്ല വെള്ളമൊക്കെ വെള്ളം കൂടി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നട്ടാൽ സംഭവം. നമ്മൾ ചീഞ്ചട്ടി ചൂടാൻ വെച്ച്, ചൂടായതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. അതിനുശേഷം കടുകിട്ടു. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ അതിലേക്ക് ഇടുക. അതിനുശേഷം ഇഞ്ചി ഇടുക. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടു. അത് അത്യാവശ്യം മൂത്ത് വരുമ്പം കറിവേപ്പില, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, ഒരു 2.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു. സാധാ മുളക് പൊടി ഇട്ടില്ല, കാശ്മീരി മാത്രമേ ഇട്ടുള്ളൂ. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ 2 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ച മൂട്ടുപുളിൻ്റെ പൾപ്പ് അതിലേക്ക് ഒഴിച്ചു. നിലവിൽ നമ്മളത് ഉപ്പിട്ട് വെച്ചതാണ്. ഉപ്പിട്ട് അടച്ചു വെച്ച സംഭവമാണ്. അപ്പോൾ അധികം ഉപ്പിടേണ്ട കാര്യമില്ല. ഇനി എന്നാലും കുറച്ച് ഉപ്പ് നമുക്കതിലേക്ക് ഇടാം. നന്നാക്കി ഇളക്കി കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം കുറച്ചുപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചുപ്പൊടി ഇട്ടു. അതിനുശേഷം കുറച്ച് വിനാഗിരി, സുർക്ക എന്ന് പറഞ്ഞാൽ കുറച്ച് വിനാഗിരി, കുറച്ച് മതി, അധികം വേണ്ട.
അല്ലേ? കുറച്ച് നേരം ചൂടാക്കിയാൽ മതി. എന്നിട്ട് നമ്മളത് കുപ്പിയിലേക്ക് ആക്കുകയാണ്. ചൂടാറിയതിന് ശേഷമാണ് മൊത്തം കുപ്പിയിലേക്ക് ആക്കുന്നത്. നമ്മൾ മൂട്ടുപ്പുളി അച്ചാർ ഇതാണ്. ഇതിൽ നമ്മൾ കുറച്ച് നല്ലെണ്ണയുടെ കുറവുണ്ടായിരുന്നു. അതിൽ നമ്മൾ നല്ലെണ്ണ കുറച്ച് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആ നല്ലെണ്ണ ആയിട്ട് ടോപ്പ് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ പൂക്കാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തെടുക്കുകയാണ്. ഉണ്ടോ? നല്ലെണ്ണ കുഞ്ഞു കാണാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.